പൈതഗോറസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താ? a² + b² = c², അല്ലേ? സ്കൂളിൽ പഠിച്ച ആ തിയറം. പക്ഷേ ആ തിയറത്തിനപ്പുറം, ആ ഗണിതശാസ്ത്രജ്ഞന് അപ്പുറം വളരെ നിഗൂഢമായൊരു ലോകം തന്നെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു തത്വജ്ഞാനി, പ്രപഞ്ചരഹസ്യങ്ങൾ തേടിയിറങ്ങിയ ഒരു സഞ്ചാരി. ഇന്ന് നമ്മൾ ആ പൈതഗോറസിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോ ഈ കാണാക്കഥകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എഡ്വേർഡ് ഷൂറയുടെ പൈതഗോറസും ഡെൽഫിക് രഹസ്യങ്ങളും എന്ന പുസ്തകമാണ്. ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയോ മറഞ്ഞുപോയ പൈതഗോറസിന്റെ യഥാർത്ഥ മുഖം നമുക്ക് മുന്നിൽ തുറഞ്ഞു തരുന്നത് ഈ പുസ്തകമാണ്. അതെ, ആ തിയറം നമുക്ക് ഒരു പക്ഷെ കാണാപാഠമായിരിക്കും. പക്ഷെ ആ സമവാക്യത്തിന് പിന്നിലെ മനുഷ്യനോ? ആരായിരുന്നു ശരിക്കും ഈ പൈതഗോറസ്? നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് ഗ്രീക്ക് ദ്വീപായ സൈമോസിൽ നിന്നാണ്. അവിടെ തനിക്ക് ചുറ്റുമുള്ള അറിവുകളൊന്നും പൂർണ്ണമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ആ ഒരൊറ്റ സത്യം എന്താണെന്നറിയാൻ ഒരു യാത്ര തുടങ്ങുകയാണ്. അദ്ദേഹം ഒരേ സമയം 2 ലോകങ്ങളിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറയാം. ഒരു വശത്ത് തന്റെ നാടായ സൈമോസിലെ ആഡംബരവും ആഘോഷങ്ങളും സുഖലോലുപതയും, എന്നാൽ മറുവശത്തോ അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ പ്രപഞ്ചത്തിന്റെ ആത്മാവ് തേടുന്ന അദ്ദേഹത്തിന്റെ മനസ്സ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടന്നിരുന്ന സംഘർഷം എത്ര വലുതായിരുന്നുവെന്ന്. ഭൂമി വിധിയെക്കുറിച്ച് പറയുന്നു, സ്വർഗം ദൈവീകതയെപ്പറ്റിയും. പക്ഷെ മനുഷ്യന്റെ അവസ്ഥയോ വേദനയും അടിമത്തവും മാത്രം. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ശരിക്കും സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുകയായിരുന്നു. ഈ ഒരു ആന്തരിക സംഘർഷത്തിനുള്ള ഉത്തരം അദ്ദേഹം കണ്ടെത്തുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഒരു ഡോറിക് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിൽ നിന്ന്. അതിലെ കൃത്യമായ ജ്യാമിതീയ രൂപങ്ങളിലും അളവുകളിലുമൊക്കെ അദ്ദേഹം കണ്ടത് പ്രപഞ്ചത്തിന്റെ തന്നെയൊരു ബ്ലൂ പ്രിന്റായിരുന്നു. അതൊരു വെളിപാടിന്റെ നിമിഷം തന്നെയായിരുന്നു ശരിക്കും. ആ ഒരു വെളിപാടിൽ നിന്നാണ് വിശുദ്ധ ക്വാട്ടേണിയൻ എന്ന ആശയം ഉണ്ടാകുന്നത്. സംഭവം ലളിതമാണ്. പ്രകൃതി, മനുഷ്യൻ, ദൈവം, ഈ 3 തലങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട് എന്ന ചിന്ത. ഇതാണ് പ്രപഞ്ചത്തിന്റെ എല്ലാം അടിസ്ഥാനം. ഈ ഒരാശയം അദ്ദേഹത്തിന്റെ ഫിലോസഫിയുടെ തന്നെ ആണിക്കല്ലായി മാറി. പക്ഷേ ആ വെളിപാട് ഒരു തുടക്കം മാത്രമായിരുന്നു. ഈ സത്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടി അദ്ദേഹം ഒരു യാത്ര തുടങ്ങി. 1-2 വർഷമല്ല, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു മഹായാത്ര. പുരാതന ലോകത്തിന്റെ ജ്ഞാനം തേടിയുള്ള ഒരു യാത്ര. അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെ ഒരു ദൈർഘ്യം നിങ്ങൾ നോക്കൂ. ഈജിപ്തിൽ 22 വർഷം, അതിനുശേഷം ബാബിലോണിൽ 12 വർഷം. മൊത്തം 34 വർഷങ്ങൾക്ക് ശേഷം പുരാതന ലോകത്തിന്റെ മുഴുവൻ ജ്ഞാനവും ഉൾക്കൊണ്ട് ഒരു സമ്പൂർണ്ണ ഗുരുവായിട്ടാണ് അദ്ദേഹം ഗ്രീസിലേക്ക് തിരികെ വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു സമർപ്പണമാണത്! അപ്പോ ഈജിപ്തിലെ പുരോഹിതന്മാർ അദ്ദേഹത്തിനു മുന്നിൽ തുറന്നുവെച്ചത് പ്രപഞ്ചത്തിന്റെ വലിയ വലിയ രഹസ്യങ്ങളായിരുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ലോഗോസ്, ലൈറ്റ് എന്നൊരു ശക്തിയെപ്പറ്റി, ഗ്രഹചക്രങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ ആത്മീയ പരിണാമത്തെപ്പറ്റി, പിന്നെ വെറും കണക്കുകൾക്കപ്പുറം സംഖ്യകൾക്കുള്ളിലെ ആ ഒരു ദൈവീക ശാസ്ത്രം. ഇതൊക്കെയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചെടുത്തത്. എന്നാൽ ബാബിലോണിൽ അദ്ദേഹം കണ്ടത് മനുഷ്യന്റെ 2 മുഖങ്ങളായിരുന്നു. ഒരു വശത്ത് ഏകാധിപതിയായ ക്യാമ്പൈസസിന്റെ കൊടും ക്രൂരത, മറുവശത്ത് ആ പ്രതിസന്ധികൾക്കിടയിലും നീതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ജ്ഞാനികളുടെ അതിജീവനം. അതോടെ അദ്ദേഹത്തിന്റെ ആത്മീയ പാഠങ്ങളോടൊപ്പം അധികാരത്തിന്റെയും ലോകത്തിന്റെയും കഠിനമായ യാഥാർത്ഥ്യങ്ങളും ചേരുകയായിരുന്നു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഗ്രീസിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് വളരെ നിർണായകമായൊരു കണ്ടുമുട്ടലായിരുന്നു. അതും എവിടെയാണെന്നോ? ഗ്രീസിന്റെ ആത്മീയ കേന്ദ്രമെന്ന് തന്നെ പറയാവുന്ന ഡെൽഫിയിലെ അപ്പോളോ ക്ഷേത്രത്തിൽ വെച്ച്. അവിടെ തന്റെ ജ്ഞാനം പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരു മാധ്യമത്തെ അദ്ദേഹം കണ്ടുമുട്ടി. തിയോക്ലിയ എന്ന ഒരു യുവ പുരോഹിതയെ. ജന്മന അതീന്ദ്രിയ ജ്ഞാനമുള്ള അവളുമായി കണ്ടുമുട്ടിയ ആ നിമിഷം തന്നെ ഒരു ഗുരുവും ശിഷ്യയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം അവളെ രൂപപ്പെടുകയായിരുന്നു. പൈതഗോറസ് തിയോഗ്ലിയയെ പരിശീലിപ്പിച്ചത് വളരെ കൃത്യമായ 3 ഘട്ടങ്ങളിലൂടെയായിരുന്നു. ഒന്നാമതായി, താൻ വർഷങ്ങളായി നേടിയ രഹസ്യജ്ഞാനങ്ങളെല്ലാം അവൾക്ക് പകർന്നു നൽകി. രണ്ടാമത്, ഒരു സംഗീതോപകരണം ശ്രുതി മീട്ടുന്നതുപോലെ അവളുടെ ആത്മാവിനെ ദൈവിക സത്യങ്ങൾ സ്വീകരിക്കാൻ പാകപ്പെടുത്തി. ഒടുവിൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ അവൾ ദൈവിക പ്രചോദനത്തിന്റെ ഒരു ചാനലായി, ഒരു വാഹകിയായി മാറി. തിയോക്ലിയയുടെ ആ പ്രവചനം
അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ ശരിവയ്ക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അടുത്ത ദൗത്യം എന്തായിരിക്കണമെന്ന് വെളിപ്പെടുത്തുക കൂടി ചെയ്തു. അപ്പോളോയുടെ പ്രകാശത്തിന്റെ പന്തം ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ടവൻ മറ്റാരുമല്ല, അത് പൈതഗോറസ് തന്നെയായിരുന്നു. ഡെൽഫിയിലെ ആ പ്രവചനം അദ്ദേഹത്തിന് ഒരു പുതിയ ലക്ഷ്യം നൽകി. താൻ നേടിയ അറിവുകൾ ലോകത്ത് പ്രായോഗികമാക്കണം. അതിനായി അദ്ദേഹം നേരെ ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ തന്റെ വിഖ്യാതമായ ആ വിദ്യാലയം സ്ഥാപിക്കാനായി. തെക്കൻ ഇറ്റലിയിലെ ക്രോട്ടണിലെ പൈതഗോറസ് സ്ഥാപിച്ചത് വെറുമൊരു സ്കൂളായിരുന്നില്ല കേട്ടോ. അതൊരു കോളേജായിരുന്നു, ഒരു സയൻസ് അക്കാഡമിയായിരുന്നു, എന്തിനധികം ഒരു മാതൃകാ നഗരം തന്നെയായിരുന്നു. തത്വചിന്തയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹം തന്നെ സൃഷ്ടിക്കാനുള്ളൊരു വിപ്ലവകരമായ ശ്രമമായിരുന്നു അത്. ആ വിദ്യാലയത്തിന്റെ ഗേറ്റിൽ തന്നെ ഇങ്ങനെ എഴുതിവെച്ചിരുന്നു, എസ്കാറ്റോ ബെബലോയി, അതായത് അയോഗ്യർക്ക് പ്രവേശനമില്ല. ഇത് വ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഇത് വെറുമൊരു തമാശയല്ല. അറിവ് നേടാൻ അത്രയധികം ആഗ്രഹിക്കുന്നവരുടെ, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുടെ മാത്രം ഇടമായിരുന്നു അത്. അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള പരീക്ഷണങ്ങൾ അതിലും കഠിനമായിരുന്നു. ഒന്നാമത്തെ ടെസ്റ്റ് നിരീക്ഷണമാണ്, അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ. രണ്ടാമതായി ധൈര്യം പരീക്ഷിക്കാൻ പ്രേതബാധയുണ്ടെന്ന് പറയുന്നൊരു ഗുഹയിൽ ഒറ്റയ്ക്കൊരു രാത്രി കഴിയണം. ഒടുവിലായി ആത്മാഭിമാനം അളക്കാൻ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം കൊടുത്ത് തടവിലിടും. എന്നിട്ട് പുറത്തിറക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പരീക്ഷണങ്ങളൊക്കെ പാസ്സായാലും തീർന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? കുറഞ്ഞത് 2 വർഷത്തെ സമ്പൂർണ്ണ മൗനം. ഇതിന്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. ലോജിക് വെച്ച് ചിന്തിക്കുന്നതിനു മുമ്പ് ഇൻറ്റ്യൂഷൻ കൊണ്ട്, അതായത് അന്തർജ്ഞാനം കൊണ്ട് സത്യത്തെ അറിയാൻ പഠിക്കുക. ധ്യാനത്തിലൂടെയും ആന്തരികമായ തിരിച്ചറിവുകളിലൂടെയും ജ്ഞാനം നേടുക. അങ്ങനെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്കും കഠിനമായ സ്വയം അച്ചടക്കത്തിനും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാണ് പൈതഗോറസ് ശ്രമിച്ചത്. അപ്പോ വെറുമൊരു ഗണിതശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു പുതിയ ലോകം തന്നെ സ്വപ്നം കണ്ട ഒരു വലിയ ദാർശനികനായിരുന്നു അദ്ദേഹം. ഇനി ചോദ്യം ഇതാണ്: അദ്ദേഹത്തിന്റെ ആ സ്വപ്നം, അത്തരമൊരു വിദ്യാലയം ഇന്നത്തെ ലോകത്ത് സാധ്യമാണോ? അറിവും ആത്മീയതയും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരിടം. നിങ്ങൾക്കെന്തു തോന്നുന്നു?